ഇന്ത്യയുടെ എക്കാലത്തെ മികച്ച അത്ലറ്റ് പി.ടി. ഉഷയ്ക്ക് ഇന്ന് പിറന്നാൾ. മിൽഖാ സിംഗിന് ശേഷം ലോകവേദിയിൽ ഇന്ത്യയുടെ കാൽപെരുമാറ്റം ട്രാക്കിൽ പതിപ്പിച്ച താരം. സെക്കൻഡിന്റെ 100-ൽ ഒളിമ്പിക് മെഡൽ നഷ്ടമായ ഉഷയോടുള്ള സ്നേഹം ആരാധകർ പ്രകടിപ്പിച്ചത് പയ്യോളി എക്സ്പ്രസ് എന്ന വിളിപ്പേര് നൽകിയായിരുന്നു. പി.ടി. ഉഷ ഇന്ത്യ എന്ന വിലാസം വെച്ചൊരു കത്തെഴുതി പോസ്റ്റ് ചെയ്താൽ അത് കോഴിക്കോട് പയ്യോളി പിലാവുള്ളക്കണ്ടി തെക്കേപ്പറമ്പിൽ ഉഷ എന്ന പി.ടി. ഉഷയുടെ കയ്യിൽ ഭദ്രമായി തന്നെ എത്തും. ലോകത്തിൽ തന്നെ എത്ര കായിക താരങ്ങൾക്ക് ഈ ഭാഗ്യമുണ്ടാകും? ജൂൺ 27 ജനിച്ച പി.ടി. ഉഷ 1970-കളുടെ അവസാനം സ്കൂൾ കായികോത്സവങ്ങളിൽ മെഡലുകൾ വാരിക്കൂട്ടിക്കൊണ്ടാണ് അത്ലറ്റിക്സ് ലോകത്ത് ശ്രദ്ധ നേടിയത്. 1980-ലെ മോസ്കോ ഒളിമ്പിക്സിൽ അന്താരാഷ്ട്ര അരങ്ങേറ്റം കുറിച്ചു. ലെ ഡൽഹി ഏഷ്യാഡിൽ 100 മീറ്ററിലും 200 മീറ്ററിലും വെള്ളി മെഡൽ നേടിയ ഉഷ ഒരു വർഷത്തിന് ശേഷം കുവൈറ്റിൽ നടന്ന ഏഷ്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് ചാമ്പ്യൻഷിപ്പിൽ 400 മീറ്ററിൽ പുതിയ ഏഷ്യൻ റെക്കോർഡോടെ സ്വർണം നേടി. കാലഘട്ടത്തിൽ ATF മീറ്റുകളിൽ 13 സ്വർണമാണ് ഉഷ നേടിയത്. 1984 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിൽ ഉഷയ്ക്ക് മെഡൽ നഷ്ടമായത് ഇന്ത്യൻ കായിക രംഗത്തിന്റെ ആകെ നഷ്ടമായി മാറി. 400 മീറ്റർ ഹർഡിൽസിലെ ഹീറ്റ്സിൽ 56.81 സെക്കൻഡിലും സെമിയിൽ 55.54 സെക്കൻഡിലും ഓടിയെത്തി ഉഷ ഫൈനലിന് യോഗ്യത നേടി. ഫൈനലിൽ 55.42 സെക്കൻഡിൽ ഓടിയെത്തിയ ഉഷയ്ക്ക് സെക്കൻഡിന്റെ 100-ാണ് വെങ്കല മെഡൽ നഷ്ടമായത്. പിന്നീട് ഇങ്ങോട്ടും ദേശീയ അന്താരാഷ്ട്ര ചാമ്പ്യൻഷിപ്പുകളിൽ ഉഷ മെഡലുകൾ വാരിക്കൂട്ടി. 1976 മുതൽ 2000 വരെ 24 വർഷം നീണ്ടുനിന്ന കരിയറിൽ 103 അന്താരാഷ്ട്ര മെഡലുകളും 1000-ലേറെ ദേശീയ മെഡലുകളും ഉഷ നേടി. ഉഷയുടെ ട്രാക്കിലെ വേഗതയ്ക്ക് പയ്യോളി എക്സ്പ്രസ് എന്ന വിളിപ്പേര് നൽകിയാണ് ആരാധകർ സ്നേഹം പ്രകടിപ്പിച്ചത്. അർജുന അവാർഡും പത്മശ്രീയും നൽകി രാജ്യം ഉഷയെ ആദരിച്ചു. നിലവിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റും രാജ്യസഭാ അംഗവുമായ പി.ടി. ഉഷ പുതുതലമുറയിൽ കായിക താരങ്ങളെ വാർത്തെടുക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. സ്പോർട്സ് ഡെസ്ക്, ജനം.